ഇന്നലെ ടൌൺഷിപ്പിൽ മമ്മൂട്ടി എത്തിയതിനു ശേഷം നമ്മൾ കണ്ടതാണ് ഈ സൈബർ ആക്രമണം എത്രത്തോളമായിരുന്നു എന്നുള്ളത്. ഇനി നിമിഷം വരെയും നമ്മൾ കാത്തിരുന്നതും മമ്മൂട്ടി എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നറിയാൻ തന്നെയായിരുന്നു. ആ പ്രതികരണം അത് അദ്ദേഹത്തെ റഫീഖിനെ നേരിട്ട് തന്നെ വിളിച്ചിരിക്കുന്നു അല്ലേ? തീർച്ചയായും ശ്രുതി, എല്ലാം രമ്യമായി തന്നെ പരിഹരിക്കപ്പെട്ടു, എല്ലാം പോസിറ്റീവായി അവസാനിച്ചു എന്ന് തന്നെയാണ് നമ്മൾ അറിയുന്നത്. മമ്മൂട്ടി റഫീഖുമായി അല്പം മുമ്പ് വീഡിയോ കോളിൽ തന്നെ സംസാരിക്കുകയും എല്ലാ കാര്യങ്ങളും പറയുകയും ചെയ്തു. ഇരുവരും തമ്മിൽ ഇക്കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു. ഇന്നലെ വൈകിട്ടും റഫീഖിനെ മമ്മൂട്ടി ഫോണിൽ വിളിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള സൈബർ അധിക്ഷേപങ്ങളാണ് മമ്മൂട്ടിക്കെതിരെ നടക്കുന്നത്. പക്ഷേ റഫീഖ് അതുമായി ബന്ധപ്പെട്ട ഒരു പരാതിയോ പരിഭവമോ ഒന്നും തന്നെ പറഞ്ഞില്ല. ഇരുവരും തമ്മിൽ സംസാരിക്കുകയും ചെയ്തു. അവിടെ ഉണ്ടായിരുന്ന ചില മിസ്അണ്ടർസ്റ്റാൻഡിംഗിന്റെ ഭാഗമായി ഉണ്ടായതാണ്. എന്തായാലും നിലവിൽ ഇരുവർക്കും ഇടയിൽ അത്തരത്തിൽ യാതൊരു വിധത്തിലുമുള്ള പ്രശ്നങ്ങളില്ല. എല്ലാ കാര്യങ്ങളും ഇരുവരും സംസാരിക്കുകയും എല്ലാം പോസിറ്റീവായി തന്നെ സംസാരിച്ചു, അത് അവസാനിച്ചു എന്നാണ് റഫീഖ് പറയുന്നത്. ഉടൻ തന്നെ ഒരുപക്ഷെ അതുമായി ബന്ധപ്പെട്ട് റഫീഖിന്റെ കൂടി ഒരു പ്രതികരണം വരും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിലാണ് വലിയ രീതിയിൽ റഫീഖിനോട് മമ്മൂട്ടി ആ രീതിയിൽ പെരുമാറിയതിനെതിരെ വലിയ രീതിയിലുള്ള രോഷവും പ്രതിഷേധവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം റഫീഖിന്റെ ഒരു പ്രതികരണം വന്നിരുന്നില്ല. പക്ഷെ മമ്മൂട്ടി ഇന്നലെ ആ സമയത്ത് തന്നെ റഫീഖിനെ ഫോണിൽ വിളിച്ചിരുന്നു. ഇന്ന് വീണ്ടും വീഡിയോ കോൾ വഴിയും റഫീഖുമായി മമ്മൂട്ടി സംസാരിക്കുകയും ചെയ്തു. എല്ലാം പോസിറ്റീവായി അവസാനിച്ചു എന്നാണ് റഫീഖ് പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ ഉടൻ തന്നെ റഫീഖിന്റെ ഒരു പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. Subscribe and follow me.